സീവേജ് ടാങ്കിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന മലിനജലത്താൽ പൊറുതിമുട്ടി കൊച്ചി കണിയാമ്പുഴയിലെ ഫ്ളാറ്റ് നിവാസികൾ. ദുർഗന്ധം കാരണം പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഫ്ളാറ്റിലെ 100-ൽ അധികം കുടുംബങ്ങൾ. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരാൻ ആണ് ഫ്ളാറ്റ് നിവാസികളുടെ തീരുമാനം. വൈറ്റില കണിയാമ്പുഴ മിസ്റ്റിക് ഹൈറ്റ് ഫ്ളാറ്റ് നിവാസികളുടെ ദുരിതം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഫ്ളാറ്റ് നിർമ്മിച്ച ശ്വാസ് ഹോംസ് ബിൽഡേഴ്സ് ഫ്ളാറ്റിന്റെ ഉടമസ്ഥാവകാശവും നിയമപരമായ മറ്റ് രേഖകളും അസോസിയേഷൻ ഇതുവരെയും കൈമാറിയിട്ടില്ല. മലിനജലം നിറഞ്ഞപ്പോൾ ഒരിക്കൽ മാത്രമാണ് സീവേജ് ടാങ്ക് വൃത്തിയാക്കിയത്. എന്നാൽ ഈ മലിനജലം ഒഴുക്കിക്കളഞ്ഞതാകട്ടെ തൊട്ടടുത്ത തോട്ടിലേക്ക്. എന്നാൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പമ്പിംഗ് നിർത്തിവെച്ചു. ഫലമോ ഈ കാണുന്നത്. വൈകുന്നേരമായാൽ ഫ്ളാറ്റ് നിവാസികൾക്ക് മാത്രമല്ല നാട്ടുകാർക്കും ദുർഗന്ധം കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. 2011 മുതൽ ഫ്ളാറ്റ് അസോസിയേഷൻ നിർമ്മാണ കമ്പനിക്കെതിരെ നടത്തുന്ന നിയമ പോരാട്ടം തുടരുകയാണ്. അതിനിടെ അശാസ്ത്രീയമായ സീവേജ് നിർമ്മാണത്തിന് മുനിസിപ്പാലിറ്റി കമ്പനി നിർമ്മാതാവിന് 1 ലക്ഷം രൂപ പിഴയിട്ടിരുന്നു. കമ്പനിയാകട്ടെ ഇത് കണ്ടില്ലെന്ന മട്ടാണ്. തോട്ടിലുണ്ടായിരുന്നപ്പോൾ ഒഴുക്കുണ്ടായിരുന്നു, വെള്ളത്തിന് ഒഴുക്കുണ്ടായിരുന്നു, അത് ഒഴുകി പോകുമായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒഴുകാതെ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിന്ന് ഈ സാധനം ഗ്രൗണ്ടിലോട്ട് പോവുകയാണ്. ഗ്രൗണ്ടിൽ വലിഞ്ഞു പോകുന്നതുകൊണ്ട് രണ്ടു കൂട്ടരും ഇപ്പോൾ ഫേസ് 2-ലാണെങ്കിലും ഫേസ് 1-ലാണെങ്കിലും ഞങ്ങൾ ബോർവെല്ലിനെ ആശ്രയിച്ച് ആണ് നമ്മുടെ വെള്ളം ഇത് ചെയ്യുന്നത്. എല്ലാത്തിലും ഈ കണ്ടാമിനേഷൻ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും. ഇപ്പം ഞങ്ങൾ എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യമായിട്ട് വെള്ളം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോർ അവർ സേഫ്റ്റി. ആദ്യത്തെ ഫ്ളാറ്റിന് പുറമെ ഈ ഭാഗത്ത് മറ്റൊരു ഫ്ളാറ്റ് കൂടി നിർമ്മിച്ചു. എന്നാൽ ഇതിൽ നിയമവിരുദ്ധമായ നടപടികൾ നടത്തിയെന്നാണ് ഫ്ളാറ്റ് നിവാസികളുടെ ആരോപണം. 2 ഫ്ളാറ്റുകൾക്കും കൂടി പൊതുവായ സീവേജ് ടാങ്കാണ് നിർമ്മിച്ചത്. ഇതോടെ ടാങ്ക് നിറഞ്ഞു കവിയാൻ തുടങ്ങി. പലതവണ പരാതി പറഞ്ഞിട്ടും കമ്പനി ഉടമ ഭീഷണിപ്പെടുത്തിയെന്നും ഫ്ളാറ്റ് നിവാസികൾ പറയുന്നു. ന്യൂസ് 18 കൊച്ചി.